ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൾട്ടി കോളിനിയാരിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ മൾട്ടി കോളിനിയാരിറ്റി എന്താണെന്നൊക്കെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മൾട്ടി കോളിനിയാരിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. The use and interpretation of a model depend implicitly or explicitly on the estimates of the regression coefficients. അപ്പോൾ നമ്മുടെ ഒരു മോഡലിൻ്റെ യൂസും അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ എസ്റ്റിമേറ്റ്സിനെയാണ്. If there is absolutely no relationship between the regressors, they are said to be orthogonal. ഇപ്പോൾ മൾട്ടിക്കോളിനിയാരിറ്റി എന്ന് വെച്ചാൽ എന്താ, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിക്കോളിനിയാരിറ്റി എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ ഇല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഓർത്തോഗണൽ എന്ന്. When the regressors are orthogonal, inferences are relatively easy. Orthogonality is thus a very ideal requirement. It can be brought about easily in a controlled laboratory experiment. അപ്പം ഈ ഒരു ഓർത്തോഗണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻഫറൻസസ് ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമുക്കിത് വേണമെങ്കിൽ ലബോറട്ടറി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ലബോറട്ടറി എക്സ്പെരിമെൻറ്റിലൊക്കെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഓർത്തോഗണാലിറ്റി ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. However, the observations on the regressors of a model are generally not obtained from a controlled laboratory experiment. Thus, it is not possible to get observations with a nice structure. We know that although orthogonality is the ideal structure, at least the data matrix should be of full rank. അപ്പം ഇങ്ങനെ നമുക്കൊരു കൺട്രോൾഡ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റിലാണ് നമുക്ക് മെയിനായിട്ട് ഓർത്തോഗണാലിറ്റി കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം എല്ലാ കേസിലും നമുക്കിങ്ങനെ ഒരു കൺട്രോൾഡ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ആ ഒരു കേസിലൊക്കെ നമുക്ക് മൾട്ടിക്കോളിനിയാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എറൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. This property is not satisfied if there is a perfect linear dependence among the columns of this matrix. If by nature itself there exists a linear dependence among the regressors, it would be revealed by zero value for the determinant of x dash x, but this is so obvious and so can be easily avoided. അപ്പം ഈ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ മോഡൽ നമ്മളൊരു മെട്രിക്സ് ഫോമിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലീനിയർ ഡിപ്പെൻഡൻസ് ആ ഒരു മെട്രിക്സിൻ്റെ കോളംസ് തമ്മിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 0 വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ 0 വാല്യൂ വന്നാൽ നമ്മുടെ വേരിയൻസ് കൂടും. ആ ഒരു എക്സ് ഡാഷ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് 0 വാല്യൂ വന്നാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന അപ്സൈഡ് ആവും. അപ്പോൾ ആ ഒരു മെയിൻ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിക്കോളിനിയാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് സോ ഒബ്വിയസ് ആൻഡ് so can be easily avoided. But the major problem is one related to near multicollinearity, that is, there does not exist a functional or linear relation among the regressors, but accidentally the observed values may be such that the determinant of x dash x is close to 0, although not exactly 0. അപ്പം മിക്ക കേസിലും ഈ ഒരു മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം ഡയറക്റ്റ് മൾട്ടിക്കോളിനിയാരിറ്റി ഒക്കെ ഉള്ള കേസിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിയർ മൾട്ടിക്കോളിനിയാരിറ്റി വരും. ഇപ്പം റിലേഷൻഷിപ്പ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ചിലപ്പം ഈ ഒരു വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് കാണും. അപ്പോൾ ഒരു നിയർ മൾട്ടിക്കോളിനിയാരിറ്റി വരുന്നത് കൊണ്ട് ഈ ഒരു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിലും ക്ലോസ് ടു 0 ആവും. അപ്പം ക്ലോസ് ടു 0 വരുമ്പോഴത്തേക്കും എന്താവും, ഈ ഒരു കോളംസ് തമ്മിൽ റിലേഷൻഷിപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നിയർ മൾട്ടിക്കോളിനിയാരിറ്റി എന്നുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തേണ്ടതായിട്ടുണ്ട്. The columns of the data matrix X have a near linear dependence. This is a form of ill conditioning in the data matrix. We know that covariance of beta cap is equal to sigma square into x dash x the whole inverse. Covariance matrix നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് sigma square into x dash x the whole inverse ആണ്. When determinant of x dash x is close to 0, clearly the variances of the beta j cap are inflated. അപ്പം ഒരു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഡാഷ് എക്സ് 0യിലേക്ക് ആവും തോറും എന്താവും, നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഹയർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. വേരിയൻസ് ഹയർ ആകാൻ പറ്റുമോ? വേരിയൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മിനിമം വേരിയൻസാണ് നമുക്ക് വേണ്ടത്. ഹെൻസ് ദ വേരിയൻസസ് ഓഫ് ദ ഓയിലസ് എസ്റ്റിമേറ്റ്സ് ആർ ലാർജ് ആൻഡ് ദെയർഫോർ ദ എസ്റ്റിമേറ്റ്സ് ആർ വെരി പുവർ എസ്റ്റിമേറ്റ്സ്. ദ മോഡൽ വുഡ് നോട്ട് പെർഫോം വെൽ ഇൻ സച്ച് എ സിനാരിയോ. ദസ് എ നിയർ മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം ഹാസ് ടു ബി കെയർഫുള്ളി ഹാൻഡിൽ. അപ്പം ഈ ഒരു വേരിയൻസ് കൂടുക എന്ന് പറയുന്നത് നമ്മുടെ മോഡലിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ എസ്റ്റിമേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പുവർ ആയിരിക്കും. നമുക്ക് നല്ലൊരു എസ്റ്റിമേറ്റ്സ് ആ ഒരു കേസിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കണ്ടുപിടിച്ച മോഡലും ബെറ്റർ പെർഫോമൻസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ നിയർ മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം എന്നുള്ള ആ ഒരു ഇഷ്യൂ നമ്മൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മൾട്ടികൊളിനിയാരിറ്റി വരാനുള്ള സോഴ്സസ് എന്തൊക്കെ കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കും മൾട്ടികൊളിനിയാരിറ്റി ഉണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. The sources of multicollinearity are: first one, data collection method employed, constraints in the population, model specification and over defined മോഡൽ. അപ്പം ഈ ഒരു 4 പ്രോബ്ലംസ് കാരണം മെയിനായിട്ട് മൾട്ടികൊളിനിയാരിറ്റി എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഓരോ പോയിൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ മെത്തേഡ് എംപ്ലോയ്ഡ്. The sample on which the model is built may contain values of the regressors only from a subspace of the space regressors. For example, if in the sample that was collected, small values of the independent variable appear along with small values of another independent variable, this could lead to collinearity problem. അപ്പോൾ ചിലപ്പം ഈ ഒരു നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ റിഗ്രസേഴ്സ് മോഡലിന് വേണ്ടി കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിളിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ നമ്മൾ ചെറിയ സബ്സ്പേസ് ഓഫ് വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കത്തുള്ളൂ. ഇപ്പം ഒരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ സ്മോൾ വാല്യൂസും മറ്റൊരു സെറ്റ് ഓഫ് വേരിയബിൾസിൻ്റെ സ്മോൾ വാല്യൂസും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സ്മോൾ വാല്യൂസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാരണം അവിടെ ഒരു കൊളിനിയാരിറ്റി അല്ലെങ്കിൽ ഒരു മൾട്ടികൊളിനിയാരിറ്റിയുടെ പ്രോബ്ലം അറൈസ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഇൻ ദ പോപ്പുലേഷൻ small values of one independent variable can appear with the large values of the another independent variable, then more data containing such combination must be collected to reduce the collinearity problem. അപ്പം വേറൊരു കേസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ സ്മോൾ വാല്യൂസും മറ്റൊരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ലാർജ് വാല്യൂസും തമ്മിലും റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻവേഴ്സ് റിലേഷൻ പോലെ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ വരുന്ന ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിലെ ഏതെങ്കിലും ഒരു ഫാക്ടറിനെ നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ആണെങ്കിലേ മാത്രമേ നമുക്ക് ഈ കൊളിനിയാരിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ചിലപ്പം ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും രണ്ട് വേരിയബിൾസ് തമ്മിൽ, അതുപോലെ തന്നെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരാനുള്ള chances ഉണ്ട്. Second one, constraints in the population. Constraints in the population can cause collinearity. For example, if x1 is family income and x2 is house size, clearly families with higher income generally have larger houses. Thus, regardless of the sampling, collinearity is inherently present. അപ്പം നമ്മുടെ ഈ ഒരു പോപ്പുലേഷൻ നമ്മൾ എടുത്തിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു കൺസ്ട്രെയിൻസും ചിലപ്പോൾ കൊളിനിയാരിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ x1 എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഫാമിലിയുടെ ഇൻകമാണ് എടുത്തിട്ടുള്ളത്, x2 എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹൗസിൻ്റെ സൈസുമാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചു. അപ്പം ഹയർ ഫാമിലി ഇൻകമുള്ള ആൾക്കാർക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാരുടെയും ഹൗസ് എന്തായിരിക്കും, വലുത് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ഇപ്പം ഫാമിലി ഇൻകം കൂടുന്നതനുസരിച്ച് ഹൗസിൻ്റെ സൈസ് കൂടും. സോ അവിടെ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഒരു സാമ്പിളിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടല്ല, നമ്മൾ എടുത്തിട്ടുള്ള കൺസ്ട്രെയിൻസിൻ്റെ ഇത് വെച്ചിട്ട് അവിടെ ഒരു കൊളിനിയാരിറ്റി പ്രോബ്ലം അറൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് മോഡൽ സ്പെസിഫിക്കേഷൻ. ദ ചോയ്സ് ഓഫ് ദ ടേംസ് ഇൻ ദ മോഡൽ മേ ഇൻട്രൊഡ്യൂസ് കൊളിനിയാരിറ്റി. നമ്മുടെ മോഡലിന് വേണ്ടി ഏതൊക്കെ ടേംസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതും ചിലപ്പോൾ കൊളിനിയാരിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ ആർ ബോത്ത് ഇൻട്രൊഡ്യൂസ്ഡ്, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ഈസ് സോ സ്മോൾ ദാറ്റ് ഈവൻ ദോ ഫങ്ഷണലി എക്സ് സ്ക്വയർ ഇസ് നോട്ട് ലീനിയർ ഇൻ എക്സ്, ഡേറ്റ പോയിൻറ്റ്സ് ലൈ അപ്രോക്സിമേറ്റ്ലി ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മുടെ മോഡലിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ എക്സും എക്സ് സ്ക്വയറും കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പം എക്സും എക്സ് സ്ക്വയറും തമ്മിൽ ഫങ്ഷണലി റിലേഷൻഷിപ്പ് ഒന്നുമില്ല, അവർ തമ്മിൽ ലീനിയർ അല്ല. പക്ഷേ ഈ ഒരു ഡേറ്റ പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ അപ്രോക്സിമേറ്റ്ലി ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് ഫാക്ടറും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താവും, കൊളിനിയാരിറ്റി പ്രോബ്ലംസ് എറൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത ഇത് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് an over defined മോഡലാണ്. an over defined model has too many regressors that it itself can present a collinearity situation. It is advisable to remove some regressors and reduce the model. ചിലപ്പോൾ നമ്മളൊരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിഗ്രസസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിട്ട് വരും. ചിലപ്പം 100 അതുപോലെയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഹയർ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ കൊളിനിയാരിറ്റി പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിലേതെങ്കിലുമുള്ള ആവശ്യമില്ലാത്ത റിഗ്രസസിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് കൊളിനിയാരിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇഫക്റ്റ് ഓഫ് മൾട്ടികൊളിനിയാരിറ്റി കൊണ്ട് എന്തൊക്കെ ഇഫക്റ്റ് ആണോ നമ്മുടെ മോഡലിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് നോക്കുന്നത്. ദ പ്രസൻസ് ഓഫ് കൊളിനിയാരിറ്റി എമംഗ് ദ റിഗ്രസേഴ്സ് ഹാസ് എ പൊട്ടൻഷ്യലി സീരിയസ് ഇഫക്റ്റ് ഓൺ ദ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്.
അപ്പം ഈ ഒരു കൊളിനാരിറ്റി പ്രോബ്ലം കാരണം നമ്മുടെ റിഗ്രസേഴ്സിന് അല്ലെങ്കിൽ ഈ സ്ക്വയർ എസ്റ്റിമേറ്റ്സിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ദ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് ടെൻ ടു ബി ടു ലാർജ് ഇൻ അബ്സല്യൂട്ട് വാല്യൂ. നമ്മുടെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സിൻ്റെ വാല്യൂ ഒറിജിനൽ വാല്യൂവിനെക്കാട്ടിലും ഒരുപാട് കൂടുതൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. The least square estimates have large variance and covariances among themselves, that is estimates are poor. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പ്രശ്നം എന്ന് പറയുന്നത് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സിൻ്റെ വേരിയൻസും കോവേരിയൻസസ് ഒക്കെ ഹയർ ആവും. അപ്പോൾ അങ്ങനെ ഹയർ ആകുമ്പോഴത്തേക്ക് അതെന്താവും, ഒരു പുവർ എസ്റ്റിമേറ്റ് ആയിട്ട് മാറും. മൂന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു പുവർ എസ്റ്റിമേഷൻ മോഡൽ cannot be useful for extrapolation in general. Even without collinearity, the prediction of future values of y values for values of regressors extremely different from those observed in the model building stage is unlikely to be efficient. This problem is more serious when the model is built with data that suffer from collinearity. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി കൊളിനാരിറ്റിയുടെ പ്രോബ്ലം എറൈസ് ചെയ്യുമ്പം നമ്മൾ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് പൂറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പൂർ എസ്റ്റിമേറ്റ്സ് ഉള്ള കേസിൽ നമ്മുടെ മോഡൽ നമുക്ക് പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ എടുത്തിട്ടുള്ള മോഡൽ ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്ഷൻ നടത്തിയില്ലെങ്കിൽ നമുക്ക് ആ മോഡലും കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പോൾ ഒരു കൊളിനാരിറ്റി പ്രോബ്ലം എറൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് പൂർ എസ്റ്റിമേറ്റ്സ് കൊണ്ടുള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മോഡൽ നമ്മൾ പ്രഡിക്ഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ആക്യുറസി നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. Fourth one, if the population's nature is such that the collinearity is present in the entire population and not in the sample, then future observations can be predicted precisely despite the poor estimates of the individual regression parameters. ഇപ്പോൾ ചിലപ്പം ഈ ഒരു സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിളിലായിരിക്കത്തില്ല, ഈ ഒരു പോപ്പുലേഷനിൽ മൊത്തം ഈ കൊളിനാരിറ്റി പ്രശ്നം എറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പുവർ എസ്റ്റിമേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രഡിക്ഷൻ നടത്താനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് നമ്മൾ കൊളിനാരിറ്റി റിമൂവ് ചെയ്യരുത് എന്നല്ല, അതൊരു സെക്കൻഡറി ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൾട്ടി കൊളിനാരിറ്റി എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ കിട്ടുന്ന എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് വളരെ പുവറായിട്ടുള്ള എസ്റ്റിമേറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള മോഡൽ നമുക്ക് ഒട്ടും റിലയബിൾ ആയിട്ടുള്ള മോഡലായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് മൾട്ടി കൊളിനാരിറ്റി എന്നുള്ളൊരു പ്രോബ്ലം നമ്മുടെ മോഡലിലുണ്ടെങ്കിൽ നമ്മളതിനെ സോൾവ് ചെയ്തിട്ട് വേണം ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മൾട്ടി കൊളിനാരിറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നോക്കുന്നത്. മൾട്ടി കൊളിനാരിറ്റി ഞാൻ പറഞ്ഞു, നമുക്ക് മൾട്ടി കൊളിനാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള മെത്തേഡ്സാണ് ഇനി അടുത്ത് പറയുന്നത്. There are many ways for detecting collinearity, namely, first one, examination of correlation metrics of the regressors. Second one, measurement of variance inflation factors. Third one, eigensystem analysis of the correlation metrics of the regressors. Singular value analysis of the data matrix X. Variance decomposition proportion, examination of the estimates of the regression parameters, the joint and individual significance of the regressors. അപ്പം ഇങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് VIF-ൻ്റെ വാല്യൂ ആണ്. വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ എന്നുള്ള ആ ഒരു ഫാക്ടറിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് മൾട്ടി കൊളിനാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ബാക്കി മെത്തേഡ്സും മൾട്ടി കൊളിനാരിറ്റി ചെക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്നത് VIF കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. Examination of the correlation metrics of the regressors. A very simple measure of collinearity is inspection of the correlation metrics of the regressors. അപ്പോൾ ഈ ഒരു കോറിലേഷൻ മെട്രിക്സ് ഓഫ് ദ റിഗ്രസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സിമ്പിൾ കോറിലേഷൻ. നമ്മുടെ ഈ ഒരു കോറിലേഷൻ മെട്രിക്സിൽ നമ്മൾ നോക്കുന്നത് എന്താ, ഓരോ റിഗ്രസേഴ്സ് തമ്മിലുള്ള ആ ഒരു കോറിലേഷൻ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു കോറിലേഷൻ മെട്രിക്സിൻ്റെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇഫ് ദർ ഈസ് എ നിയർ കൊളീനിയർ relationship between x1 and xi and xj, then it will be revealed by the correlation value close to plus or minus 1. അപ്പം നമുക്ക് കോറിലേഷനകത്ത് നമ്മൾ പറയുന്നത് എന്താ, ഇവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ +1 അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെങ്കിൽ -1, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് കോറിലേഷൻ മെട്രിക്സിൽ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോറിലേഷൻ മെട്രിക്സിൻ്റെ വാല്യൂ +1 അല്ലെങ്കിൽ -1 ക്ലോസ് ടു അതിനോട് അടുത്താണോ എന്ന് നോക്കിയാൽ മതി. ദിസ് ഡയഗ്നോസിസ് ബേസ്ഡ് ഓൺ എക്സാമിനിങ് the simple correlation is helpful in deducting
near linear dependence between pairs of regressors only if more than two variables are involved in a, or that is a multi-collinear relationship, the simple correlation would fail to reveal it. അപ്പം ഞാൻ പറഞ്ഞു ഈ കോറിലേഷൻ മെട്രിക്സിനകത്ത് നമുക്ക് രണ്ട് വേരിയബിൾസ് തമ്മിൽ ലീനിയർ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിൽ മൾട്ടി കൊളീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു കോറിലേഷൻ മെട്രിക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Consider the following data with 12 records on a data dependent variable and 6 regressors. അപ്പോൾ ഇത് 12 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 regressors അല്ലെങ്കിൽ 6 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട് y. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ പോയിൻറ്റ്സിൻ്റെ വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇറ്റ് മേ ബി ഒബ്സർവ് ദാറ്റ് x1 plus x2 plus x3 plus x4 is equal to 10 for all records except the first record where x1 plus x2 plus x3 plus x4 is equal to 11. Thus almost there's a linear relationship between among the four regressors x1, x2, x3 and x4. ഇപ്പം നമ്മൾ ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ ഫസ്റ്റ് റെക്കോർഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും തന്നെ ഈ ഒരു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് എന്തായിരിക്കും 10 ആണ്. ഇപ്പോൾ സെക്കൻഡ് കേസ് നോക്കിയേ, സെക്കൻഡ് കേസിൽ x1 8 ആണ്, x2 1 ആണ്, x3 1 ആണ്. സോ 8 + 1 + 1 10 നമുക്ക് കിട്ടി. അടുത്തതിലും 10 ആണ്, അതിൻ്റെ അടുത്ത കേസിലും 10 ആണ്. അപ്പം ആ ഒരു ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് കോളത്തിലൊഴിച്ച് ബാക്കി എല്ലാ കോളത്തിൻ്റെയും x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് എന്താ 10 ആണ്. അപ്പോൾ ആ ഒരു അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ 4 വേരിയബിൾസ് തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് x' മെട്രിക്സ് ഇൻ കോറിലേഷൻ ഫോം, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ സ്റ്റാൻഡർഡൈസ് ആൻഡ് therefore there is no intercept for this data is. അപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വെച്ചൊരു ഉള്ള കോറിലേഷൻ മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് x'. None of the pairwise correlation is suspiciously large and consequently there is no indication of the near multicollinear dependence that exists among x1, x2, x3 and x4. ഞാൻ പറഞ്ഞു നമ്മൾ കോറിലേഷൻ മെട്രിക്സിൽ നമുക്ക് പെയർ വൈസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് ഈ ഒരു പെയർ വൈസിൽ കോറിലേഷൻ നോക്കിയിട്ട് അത്രയും സസ്പീഷ്യസ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ മൾട്ടിക്കോളിനെ പ്രോബ്ലം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ x1, x2, x3 ആൻഡ് x4 തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായതാണ്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ. ഡിനോട്ട് r² obtained by regressing xj on all other regressors as rj². അപ്പോൾ നമ്മൾ xj എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബാക്കിയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് റിഗ്രസ് ചെയ്തപ്പോൾ കിട്ടുന്ന r²നെയാണ് നമ്മൾ rj² എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. If there is a near linear relationship between xj and others, this coefficient of determination would be close to 1. അപ്പം ഇവർ തമ്മിൽ, അതായത് ഈ ഒരു xj എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ബാക്കിയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ നിയർ ആയിട്ടുള്ള ലീനിയർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു rj² വാല്യൂ എന്ന് പറയുന്നത് 1 അടുത്തായിരിക്കും, ക്ലോസ് ടു 1 ആയിരിക്കും. We define VIF for the jth coefficient as VIF of j is equal to 1 divided by 1 minus rj². അപ്പോൾ നമ്മൾ VIF എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു jth കോഫിഷ്യൻ്റെ VIF ആണ് നമ്മൾ 1 divided by 1 minus rj² എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. In a standardized form, this is the diagonal element of x' the whole inverse. സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള കേസിൽ ആ ഒരു x' the whole inverse എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻ്റ് ആണ് ഈ 1/1 minus rj² എന്നുള്ള എടുത്തിരിക്കുന്നത്. ആൻഡ് എക്സിബിറ്റ്സ് ഹൗ ദ വേരിയൻസ് ഓഫ് ബീറ്റ ജെ ക്യാപ് ഈസ് ഇൻഫ്ലേറ്റഡ് ബിക്കോസ് ഓഫ് ദ നിയർ ലീനിയർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ xj ആൻഡ് അതർ റിഗ്രസസ്. നമ്മൾ എടുത്തിട്ടുള്ള ഈ xj എന്ന് പറയുന്ന ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ബാക്കിയുള്ള വേരിയബിളും തമ്മിൽ എങ്ങനെയാണ് ഒരു നിയർ ലീനിയർ ഡിപ്പെൻഡൻസ് ഉണ്ടാവുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. അത് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേരിയൻസ് ഓഫ് ബീറ്റ ജെ ക്യാപ്പ് എന്ന് പറയുന്നത് ആ കേസിൽ കൂടുതലായിരിക്കും. ആ ഒരു കൂടുതലായിട്ടുള്ള വേരിയൻസിൻ്റെ ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു VIF എന്നുള്ള ആ ഒരു ഫാക്ടർ denote ചെയ്യുന്നത്. Thus, if VIF is very large, we conclude that beta j cap is affected by collinearity problem. അപ്പോൾ VIF കൂടുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ വേരിയൻസ് ഓഫ് ബീറ്റ ജെ ക്യാപ്പ് ഹൈ ആണ്. അപ്പോൾ ആ ഒരു കൊളിനിയാരിറ്റി പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് VIF എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ കൂടിയിട്ടുള്ളത്.
Practical experiences suggest that VAF exceeding 10 is indicative of collinearity problem. അപ്പം നമ്മുടെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ VAFൻ്റെ വാല്യൂ 10-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും collinearity പ്രോബ്ലം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ സം കമ്പ്യൂട്ടേഷൻ വി ഗെറ്റ് VAF ഓഫ് x1 is equal to 181.83, VAF of x2 is equal to 161.4, VAF of x3 is equal to 265.49, VAF of x4 is equal to 297.14, VAF of xy is equal to 1.74, VAF of x6 is equal to 1.44. അപ്പോൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത 6 വേരിയബിൾസിൻ്റെ VAF വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. Clearly the relationship among the first 4 regressors is revealed by the large VAF. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താ, VAF വാല്യൂ 10-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ CGS മൾട്ടിക്കോളിനാരിറ്റി പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം ഈ ഒരു വേരിയബിൾസിൻ്റെ VAF നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം x1-ൻ്റെയും x2-ൻ്റെയും x3-ൻ്റെയും x4-ൻ്റെയൊക്കെ VAF വാല്യൂ വെരി ഹൈ ആയിട്ടുള്ള വാല്യൂ ആണ്. അതുപോലെ x5-നും x6-നും 10-നെക്കാളും കുറവായിട്ടുള്ള VAF വാല്യൂസ് ആണ്. സോ x1, x2, x3 ആൻഡ് x4 എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾസ് തമ്മിൽ എന്തായിരിക്കും മൾട്ടിക്കോളിനേറ്റീവ് പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള മെത്തേഡ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മൾട്ടിക്കോളിനേറ്റീവ് എന്നുള്ള ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ മൾട്ടിക്കോളിനേറ്റീവിൻ്റെ ബാക്കി പോർഷൻസ് കവർ ചെയ്യാം. താങ്ക് യു.